ഹായ് ഹലോ വെൽക്കം ടു ഫ്ലഫി ഫൈബർ ടേൽസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആയിട്ട് റെയിൻബോ തീമിൽ ഒരു ജേണൽ കിറ്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ തന്നെയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ചായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ളതാണ്. ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ഈ വീഡിയോൻ്റെ ലൈറ്റിംഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ രാത്രിയാണ് വീഡിയോ എടുത്തത്. പക്ഷേ അല്ല, ഞാൻ ഇത് എടുക്കാനിരുന്ന കറക്റ്റ് ടൈം പെട്ടെന്ന് മഴക്കാറ് വന്ന് ഒറ്റ പെയ്യലായിരുന്നു. പിന്നെ ലൈറ്റ് നോക്കിയിരുന്നാൽ ഇത് ചെയ്യാനുള്ള മൂഡ് പോവല്ലോ എന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡേ അല്ല നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്, 2 ദിവസം എടുത്തിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയത്. നിങ്ങൾ റെയിൻബോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ എൻ്റെ ലൈഫിൽ ആകെ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ, അതും ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അതൊരു മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്തു. സ്റ്റിക്കേഴ്സിൻ്റെ ഫിഗേഴ്സ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്ത് നോക്കി വരയ്ക്കുകയാണ് ചെയ്തത്. ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് വരച്ചത്, വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കളർ ചെയ്ത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നോർമൽ സ്കെച്ച് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് സെല്ലോ ടൈപ്പിൽ ഫേസ് ചെയ്ത് ഒട്ടിച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്നൊരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ ഇൻവിസിബിൾ കവറിലായിരുന്നു ഇത് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ടേബിളിൽ ഒട്ടിച്ച ഷീറ്റിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഈ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലൊക്കെ ഉള്ള ആ ഒരു പാറ്റേണിലുള്ള പേപ്പറിൻ്റെ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള സംഭവം, അതിലാണ് നമ്മളിന്ന് സ്റ്റോർ ചെയ്ത് വെച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ഓരോ ഫിഗറും കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് സ്ട്രിങ് ആയിട്ട് തന്നെ ഒട്ടിച്ച് വെക്കാമെന്ന്. കാണാനും ഒരു ഭംഗിയാണ്, പിന്നെ ആവശ്യമുള്ളപ്പോൾ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തൊക്കെ വരച്ചാലും ക്ലൗഡാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, വരയ്ക്കാനും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ക്ലൗഡ്. വരയ്ക്കാനുള്ള എളുപ്പം കൊണ്ടാണോ എന്നറിയില്ല, എന്തോ ഇഷ്ടമാണ്. അത് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ക്ലൗഡിൻ്റെ 2-3 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. ഇത് സ്റ്റിക്കർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല. ഒരു സെമി ഡൂഡിൽ ആർട്ടൊക്കെ പോലെയുള്ള ഒരു ഫിഗറാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നില്ല, പക്ഷേ ഇത് സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ വേറൊരു ഡിസൈനിൽ ഒന്നുകൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ജേണൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സ്റ്റിക്കേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നില്ല. ഇത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഗമ്മ തേച്ച് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ 2 ബോർഡറും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ, ഒരു കാറ്റഗറി ഓഫ് സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഇമോജീസിൻ്റെ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്ത് സെല്ലോ ടൈപ്പിൽ ഒട്ടിച്ച് നേരത്തെ പോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇത്ര ലോങ് ആയിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക, നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടേപ്പാണ്. A4 ഷീറ്റ് ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലും ലെങ്ത്തുള്ള വാഷി ടേപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പേപ്പറും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ ഇത്ര ലെങ്ത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ 5 ടൈപ്പ്, അതായത് 5 പാറ്റേണിലുള്ള വാഷി ടേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് റെയിൻബോ തീമിൽ തന്നെ വരച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വാഷി ടേപ്പ് എന്ന് പറയുന്നത് ഡോട്ട്സ് മാത്രമായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ്, അതായത് നമ്മുടെ റെയിൻബോയിലുള്ള കളേഴ്സ് ആഡ് ചെയ്യാമെന്നാണ് കരുതിയത്. എല്ലാ കളേഴ്സും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റെയിൻബോൻ്റെ എക്സാക്റ്റ് കളറൊന്നും നമ്മളിൽ ഉണ്ടായിരുന്നില്ല, അതായത് ഇൻഡിഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ നമ്മൾ ഇങ്ങനെ ഒറ്റ നോട്ടത്ത് കാണുന്ന കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ക്ലൗഡാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്യാപ്പിൽ ഹാർട്ടും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കളേഴ്സും വരയ്ക്കാമെന്നാണ് വിചാരിച്ചത്, പിന്നെ കൊളാക്കണ്ടെന്ന് കരുതിയോണ്ട് റെഡിൽ മാത്രം ഒതുക്കി. അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എല്ലാ കളേഴ്സും, ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് റെയിൻബോ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തൊട്ട് അവസാനിക്കുന്നവരെ എൻ്റെ വീട്ടിൽ നല്ല മഴയായിരുന്നു. നിങ്ങളൊക്കെ അവിടെ മഴ ഉണ്ടായിരുന്നോ 2 ദിവസമായിട്ട്? ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് പോവുക. അപ്പോൾ ഞാൻ നോർമലായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിയതാ എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ലൈനായിട്ടുള്ള വാഷി ടൈപ്പാണ്. ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാഷി ടൈപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ സെല്ലോ ടൈപ്പ് വെച്ച് കവർ ചെയ്ത് ഒരു ലാമിനേഷൻ പോലെ വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഞാനിവിടെ അത് യൂസ് ചെയ്യുന്നില്ല. നമ്മളിത് ഡയറക്റ്റ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമ്മൾ ജേണൽ ചെയ്യുന്ന സമയത്ത് ഗമ്മ് തേച്ചാണ് യൂസ് ചെയ്യുക, അല്ലാതെ വേറെ നമ്മൾ സ്റ്റാമ്പായിട്ടൊന്നും ഇത് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ റൗണ്ട് ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പേപ്പർ റൗണ്ട് ആക്കിയിട്ട്
അതിലാണ് ചുറ്റിയെടുക്കുന്നത്. പേപ്പർ എന്ന് വെച്ചാൽ ഇത് മാഗസിൻ്റെ ഒക്കെ കവർ ചട്ടയില്ലേ, ചട്ട അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിലും ഇങ്ങനെ ചുറ്റി കൊടുത്താൽ അതേപോലെ തന്നെ നിൽക്കും, മോശമൊന്നുമില്ല, നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇതേപോലെ 5 വാഷി ടേപ്പും ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കീറിപ്പോവൊന്നുമില്ല, ശ്രദ്ധിച്ച് എടുത്താൽ മതി. അടുത്താണ് നമ്മുടെ മെയിൻ ഐറ്റം ജേണൽ ബുക്ക്. നമുക്ക് ജേണലിങ് ചെയ്യാൻ ഒരു ബുക്ക് വേണ്ടേ, അത് നമുക്ക് ഉണ്ടാക്കാം. പഴയ ഡയറിയിലൊക്കെ പേജ് ഇതുപോലെ കീറിയെടുക്കുക. ഇനി ഇത്ര സൈസ് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇതൊന്ന് 2 ആക്കി കട്ട് ചെയ്യുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ കേക്കൊക്കെ കൊണ്ടുവരുന്ന ബോക്സ് ഇല്ലേ, ആ ബോക്സ് കട്ട് ചെയ്തതാണ്. ഇത് ഈ ചാർട്ട് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ജേണൽ ബുക്കിൻ്റെ ഫ്രണ്ട് കവറും ബാക്ക് കവറും ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്പൈറലായിട്ടുള്ള ജേണൽ ബുക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഫ്രണ്ട് കവറും ബാക്ക് കവറും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ സ്പൈറൽ ജേണൽ ബുക്കിനെക്കാട്ട് ബെറ്റർ അല്ലാതെ ബൈൻഡ് ചെയ്യുന്ന ബുക്ക് ഉണ്ടാക്കുന്നതാണ്. കാരണം ഇതൊക്കെ ഹോള് ഉണ്ടാക്കി വരുമ്പോഴേക്കും എൻ്റെ കൈക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ബൈൻഡിങ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിൻ്റെ ഫ്രണ്ട് കവറിൽ നമ്മൾ ഇതുപോലെ ഒരു പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ട്, അതിന് 2 കണ്ണും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് ഹോൾ ഉണ്ടാക്കുക. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ വലിയ പണിയായിട്ട് തോന്നിയില്ല, പക്ഷേ ഇത്രയും പേജ് ആക്കി വരുമ്പോഴേക്കും എൻ്റെ കൈക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട്. ഇനി സ്പൈറലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ താഴെ വരെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം. ഞാൻ എന്താ നൂല് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നൂല് വെച്ച് കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതാണ് പാറ്റേൺ പേപ്പേഴ്സ്. ഇതൊന്നുമില്ല, മനസ്സിൽ തോന്നിയ ഡിസൈൻസ് അങ്ങ് വരച്ചതാണ്. എല്ലാ കളേഴ്സും ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം റെയിൻബോ കളർഫുൾ ആണല്ലോ, ആ ഒരു തീമിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. മാക്സിമം എല്ലാ കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 4 ടൈപ്പ് പാറ്റേൺ പേപ്പേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഉണ്ടാക്കാം. അടുത്തത് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കാൻ ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ട് ഇങ്ങനെ ലൈനല്ല, ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഡോട്ടും അല്ല ലൈനും അല്ല, ഇതിനെന്താ പറയുക, ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഹാർട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ പേപ്പേഴ്സിൽ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. വരച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ഡിസൈൻ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ചെയ്തൊക്കെ സിമ്പിളാണ്, എന്നാലും ഇതിങ്ങനെ ചുമ്മാ വരച്ചു കൊടുത്താൽ മതി. എൻ്റെ പണ്ടേ ഉള്ള ഡിസൈനാണിത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അസൈൻമെൻറ്റ്സിലൊക്കെ ഫ്രണ്ട് പേജിൽ സ്ഥിരം ഇതുണ്ടായിരുന്നു. ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതല്ല, എന്നാലും ഒരു ചന്തത്തിലൊക്കെ വരച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അടുത്തത് ഇങ്ങനെ ലൈൻസ് അല്ല ഗ്രിഡ്. ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് യെല്ലോ കളർ വെച്ചിട്ട് ഓപ്പോസിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഗ്രിഡ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്കിത് വെച്ചിട്ട് ഒരു ചാനൽ ചെയ്യാം. ശരിക്കും ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഇത് വെച്ചിട്ട് വീഡിയോ ചെയ്തില്ലല്ലോ എന്ന്. ഇനി എഡിറ്റ് ചെയ്ത് ഒന്നും കൂടെ ആഡ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കത് വേറൊരു ഷോർട്സ് ആക്കിയിട്ട് ഇടാം. അടുത്ത ഉണ്ടാക്കുന്ന ഒരു പേപ്പർ ക്ലിപ്പാണ്. ഇത് ഭയങ്കര ഈസിയാണ്, ഇതൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. 2 പിക്ചർ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സൂര്യനാണ് ഉദ്ദേശിച്ചത്. അതിങ്ങനെ വരച്ചിട്ട് ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ചെയ്ത് വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അടുത്തതാണ് ജേണൽ കിറ്റ്, അതായത് നമ്മുടെ ബോക്സ്. ഇത് സെറ്റ് ചെയ്യാൻ ഒരു ബോക്സ് ഉണ്ടാക്കണ്ടേ, അതാണിത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇതിൻ്റെ മേലെയുള്ള ബോക്സ് മാത്രമാണ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. താഴെ റെഡ് കളറായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ ഒന്നും ചെയ്യാൻ നിന്നില്ല. അതിൻ്റെ താഴെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ബോക്സിൻ്റെ ലുക്കേ മാറിയിട്ടോ, എനിക്ക് ശരിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇത് ഓവറോൾ ലുക്ക്? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ എന്തായാലും. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം, എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കാമല്ലോ. ഫസ്റ്റ് തന്നെ പാറ്റേൺ പേപ്പേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റിക്കേഴ്സ്. അടുത്ത് നമ്മൾ ഡൂഡിൽ പിക്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇത് ഞാൻ പറയാൻ മറന്നു, ഈ ലൈറ്റ് കളർ പേപ്പർ കണ്ടുകൊണ്ട് പാറ്റേൺ പേപ്പറാക്കി യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. അടുത്ത നമ്മൾ ജേണൽ ബുക്ക്, ഇത് കോഡ്സ് എഴുതിയതാണ്, അതിൻ്റെ ക്ലിപ്പിങ് എൻ്റെ നിന്ന് മിസ്സായി. അടുത്ത നമ്മുടെ പേപ്പർ ക്ലിപ്പ്, പിന്നെ വാഷി ടേപ്പ്, ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ക്ലോത്തും കൂടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.